നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജിയാൻലുക്ക പ്രസ്റ്റിയാനി വിനി ജൂനിയറെ വിളിച്ച വംശീയ അധിക്ഷേപം ഇതുവരെ അത് വാർത്തകളിൽ നിന്നങ്ങ് മാഞ്ഞു പോയിട്ടില്ല. കാരണം അത് യുവേഫയുടെ ഒരു ഫൈനൽ വേർഡിക്റ്റ് വരുവോളം അങ്ങനെ നിൽക്കും. അപ്പോൾ അതിനിടക്കാണ് പോർച്ചുഗലിലെ ഒരു മാധ്യമം കൊറിയറോ ഡ മഞ്ഞ, ഈ മാധ്യമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലാർജസ്റ്റ് സർക്കുലേഷൻ ഉള്ള പോർച്ചുഗീസ് ഡയലിയാണ്. അതായത് പോർച്ചുഗലിൽ ഏറ്റവും അധികം പ്രചാരമുള്ള മാധ്യമമാണ്. ആ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ജിയാൻലുക്ക പ്രസ്റ്റിയാനി തൻ്റെ ടീംമേറ്റ്സിനോട് അഡ്മിറ്റ് ചെയ്തു താൻ വിനി ജൂനിയർ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, മോണോ എന്ന് വിളിച്ചിട്ടുണ്ട്, അതായത് കുരങ്ങൻ എന്നർത്ഥം വരുന്ന വാക്ക് വിളിച്ചിട്ടുണ്ട് എന്നയാൾ സമ്മതിച്ചു എന്നാണ് പോർച്ചുഗീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് അതിൽ തന്നെ പറയുന്നുണ്ട്, പക്ഷെ അത് ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള അബ്യൂസ് എന്ന രൂപത്തിൽ വിളിച്ചതല്ല, ആ ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ അങ്ങ് വിളിച്ചു പോയതാണ് എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ബെൻഫിക്ക സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. ബെൻഫിക്ക പറയുന്നത് അവർ കാറ്റഗറിക്കലി ഡിനൈ ചെയ്യുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ റേസിസ്റ്റ് ആയിട്ടുള്ള വാക്ക് താൻ ഉച്ചരിച്ചു വിനി ജൂനിയർക്കെതിരെ എന്ന് പ്രസ്റ്റിയാനി സഹതാരങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി പബ്ലിക്കലി എല്ലാവർക്കും അറിയാമല്ലോ, പ്ലെയർ അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ തൻ്റെ സഹതാരങ്ങളോട്. ഈ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായിപ്പോയി റയൽ മാഡ്രിഡുമായി ബന്ധപ്പെട്ട്, അത് ഈ രൂപത്തിൽ വളർന്ന് പന്തലിക്കുകയും അതിൻ്റെ കോൺസിക്വൻസസും ഒക്കെ അറിഞ്ഞതോടുകൂടി അദ്ദേഹം ആ വിഷയത്തിൽ അങ്ങനെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ സംഭവിച്ചതാണ്, എന്നാൽ അദ്ദേഹം റേസിസ്റ്റ് അല്ല എന്നാണ് ബെൻഫിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ചുരുക്കത്തിൽ ഈ വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ബെൻഫിക്ക വീണ്ടും പറയുന്നത്. എന്തുകൊണ്ട് ബെൻഫിക്ക ഇപ്പോൾ ഇങ്ങനെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നു എന്ന് ചോദിച്ചാൽ, പോർച്ചുഗലിലെ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള മാധ്യമം തന്നെയാണ് ഇങ്ങനെ ഈ പയ്യൻ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവർ പക്ഷേ ആ വാർത്ത പിൻവലിക്കുകയൊന്നും ചെയ്തില്ല. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ഇങ്ങനെ ബെൻഫിക്ക സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. ചുരുക്കത്തിൽ സംഗതി ഏതാണ്ട് ഇപ്പോൾ വ്യക്തമാവുകയാണ് എന്താണ് എന്നുള്ളത്. പക്ഷേ യുവേഫയുടെ ഒരു ഫൈനൽ വിധി വരട്ടെ, അതിനുശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കാം. യുവേഫയ്ക്കും ഏതാണ്ട് ധാരണയുണ്ട്, അതുകൊണ്ടാണ് മുമ്പൊന്നും നമ്മൾ കാണാത്ത രൂപത്തിൽ ഒരു പ്രൊവിഷണൽ സസ്പെൻഷൻ ആ താരത്തിനെതിരെ കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഈ വിഷയം തീരുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ നിർബാധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രിക്റ്റ് ആക്ഷൻ അത് യുവേഫയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഫിഫയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ വന്നേ മതിയാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.